ജപ്പാൻകാരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐഡിയാസും അതുപോലെ അവർ കഴിക്കുന്നതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാം. സാറ്റർഡേകളിലാണ് ഞങ്ങൾ സാധാരണ വലിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇവിടെ സ്നോ ടൈമൊക്കെ കഴിഞ്ഞു തുടങ്ങിയെങ്കിലും ഇന്ന് രാവിലെ ചെറുതായിട്ട് സ്നോ പെയ്തിട്ടുണ്ടായിരുന്നു. ഇനി യാത്ര ചെയ്യുമ്പോൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിന് നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടുത്തെ പുറമേയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഓരോ കാലാവസ്ഥയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യത്യസ്തമായ കാഴ്ചകളാണ്. അപ്പോൾ ഇപ്പോൾ വിൻ്റർ സമയം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഉണങ്ങിയിട്ടാണെങ്കിലും അതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ കണ്ണ് ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഷോപ്പിംഗ് നടത്തിയത്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഐ ക്ലിനിക്കും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാർക്കറ്റും ഉള്ളത് കേട്ടോ. ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് കണ്ടറിഞ്ഞിട്ട് വേണം ഷോപ്പിംഗ് നടത്താനായിട്ട്. ഇത്തരം സമയങ്ങളിലാണ് നമ്മുടെ ജപ്പാൻകാരുടെ കക്കേബോ മെത്തേഡ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത്. ഇതിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സാലറിയുടെ 50% അവരുടെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും 30% അവരുടെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും 20% സേവിങ്സിന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് കൃത്യമായി ഓരോ മാസത്തിലും അവർ ബുക്കിൽ എഴുതി വെക്കുമെന്നാണ് പറയുന്നത്. പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവർ ചെയ്യുന്ന ഒക്കോസുക്കായി അഥവാ പോക്കറ്റ് മണി അവർക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ കൊടുക്കും. അതിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും. മക്കളുടെ കാര്യത്തിൽ ഞങ്ങളിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മാസത്തിൽ അവർക്കൊരു സംഖ്യ കൊടുക്കും. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യുന്നവർ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവരത് വെച്ചിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ ഈ ഐഡിയ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. മക്കൾക്ക് കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്ത ബോധവും അതുപോലെ തന്നെ അവർക്ക് അവരിലൊരു വിശ്വാസവും ഉണ്ടാവും. ഇത് കണ്ടോ, ഇതാണ് ജപ്പാൻകാരുടെ ചോറ്. കാണാൻ എങ്ങനെയുണ്ട്, നല്ല കേക്ക് പോലെ ഇരിക്കുന്നില്ലേ. ഇത് പല ഫ്ലേവറിലുള്ളതാണ് കേട്ടോ. ഇവർ ഒരാൾ ഇതൊന്നൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഇവർ ചോറ് കഴിക്കണതിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതിൽ തന്നെ പല ഫ്ലേവറിലുള്ളതുണ്ട്. ഇതൊരു സീവീഡ് ഒരു ഷീറ്റിൽ പൊതിഞ്ഞിട്ട് ആണ് ഉണ്ടാവുക. പിന്നെ ഇവർ നല്ല ഹെൽത്തിൻ്റെ കാര്യത്തിൽ കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ടൈമിനനുസരിച്ചാണ് കേട്ടോ ഫുഡിന് ഇവിടെ റേറ്റ്. അതുപോലെ തന്നെ ജപ്പാൻകാർ മധുരം കഴിക്കുകയെന്ന് വെച്ചാൽ അവർ മധുരം കഴിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലല്ല അവർ കഴിക്കുള്ളൂ കേട്ടോ. അവർക്ക് ഇതിനും ഇപ്പം ദിവസങ്ങളൊക്കെ ഉണ്ട്, എന്നും കഴിക്കാമെന്നൊക്കെ ഒന്നുമില്ല. എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ ഒരു വീക്കിൽ എന്തൊക്കെ കഴിക്കാമെന്നും ഇപ്പോൾ ഈ ആഴ്ചയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ആഴ്ച കഴിക്കില്ല, അങ്ങനെയൊക്കെ മാറ്റി വെക്കുന്ന ആളുകളാണ് കേട്ടോ. ഇത് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല സേവിങ്സിനും നല്ലതാണ്. ഇനി ഇതൊക്കെ റെഡി കുക്കായിട്ടുള്ള പിന്നെ ലഞ്ച് ബോക്സ് പോലത്തെ സെറ്റുകളാണ്. അതിൽ പല ടൈപ്പ് ഫുഡുകളുണ്ട്, റൈസ് വരുന്നതൊക്കെ ഉണ്ട്. ഈ ഒരു ഷോപ്പിൽ നല്ലോണം ഫിഷ് ഉണ്ട് കേട്ടോ, പല ടൈപ്പിലുള്ള. അപ്പോൾ അത് വാങ്ങണം. അപ്പോഴാണ് ഈ ഒരു ജ്യൂസ് കണ്ടത് കേട്ടോ. അത് ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ ജ്യൂസാണ്, ഒന്നും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരെണ്ണം വാങ്ങി. ഒരുപാട് ടൈപ്പ് മീനുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് ഞങ്ങൾ കഴിക്കുന്ന എല്ലാ മീനുകളും ഇവിടെ കിട്ടാറുണ്ട്. ഒരു സാധനം ഒഴികെ ചെറിയ മാന്തൾ മീനില്ല, അത് കണ്ടിട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. നാട്ടിലുള്ളത് നോക്കുമ്പോൾ നല്ല റേറ്റാണ്. പക്ഷേങ്കിൽ ഇവിടെ സാധാരണ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും കുറച്ച് റേറ്റ് കുറവുണ്ട് കേട്ടോ. പിന്നെ ഫിഷിൻ്റെ തല മാത്രമേ കിട്ടും കേട്ടോ നമുക്ക്, വലിയ തലകളൊക്കെ. നല്ല നെയ്യുള്ള നല്ല പഞ്ഞീനൊക്കെ ഉള്ള മത്തിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പാക്ക് എടുത്തിട്ടോ. വില വരുന്നത് ഒരു 430 എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 280 അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ 6 7 ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കോര, നമ്മുടെ മാന്തൾ, പിന്നെ അയില, അങ്ങനെ കൂന്തൾ എല്ലാം ഉണ്ട് കേട്ടോ. വലിയ കല്ലുമ്മക്കായ അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് അത് കണ്ടപ്പോൾ നമുക്കൊരു പൂതി, കല്ലുമ്മക്കായ പൊരിച്ചത് ഉണ്ടാക്കിയാലോ. ഓ, എന്തൊരു വലിയ കല്ലുമ്മക്കായ! ഇവിടെ ഇത്രയും വില 1,000. എൻ്റെ മീൻ കിട്ടി 1500 തന്നെ. എൻ്റെ മീൻ കിട്ടി. ഏത് നമ്മളെ 1000 വാങ്ങിയിട്ട്. ഇപ്പോൾ ഫിഷ് ബിരിയാണിക്ക് പറ്റിയൊരു ഫുൾ മീൻ കിട്ടിയിട്ട് ഉണ്ടാവാറുണ്ടെങ്കിലും ഇവിടെ കട്ട് ചെയ്താകുമ്പോൾ നമുക്ക് പറ്റിയ ഷേപ്പ് ആവില്ല. അപ്പം നമ്മൾ ഫോണിൽ ഇന്ത്യൻ കട്ടിങ് മോഡൽ എന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ അവരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടോ. അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തത്, പക്ഷെ കുറച്ച് സൈസ് കൂടിയിട്ടുണ്ട്. അതേതായാലും വീട്ടിൽ ചെന്നിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ബില്ലിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴാണ് നമ്മളിവിടെയുള്ള കേക്കിൻ്റെ മാത്രമുള്ള ഒരു ഷോപ്പ് അതിനുള്ളിൽ തന്നെ കണ്ടത്. അപ്പോൾ വെറൈറ്റി ഓഫ് കേക്ക് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇവരുടെ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്ത് ഒറ്റ കേക്കും കാണാൻ പറ്റില്ല കേട്ടോ. എല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. കളറിൻ്റെ പരിപാടി ഇല്ല ഇവിടെ ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ, സ്ട്രോബെറി, പിന്നെ അതുപോലെ തന്നെ കോഫി, പിന്നെ മാച്ച എന്ന് പറഞ്ഞിട്ട് സംഭവം അങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പം മാനുമാൻക്ക് അതിന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചെടുത്തു. മുത്തുമോൾക്ക് ഒരു ഇഷ്ടം ചോക്ലേറ്റാണ്. അപ്പം ചോക്ലേറ്റിൻ്റെ ഒരു കേക്കും വാങ്ങിച്ചിട്ടാണ്. ഇതിൽ ക്രീം കേക്ക് മാത്രമല്ല പാസ്ട്രി, ചീസ് അങ്ങനെ പല ഫ്ലേവേർഡിലുള്ള കേക്കുകളും ഉണ്ട് കേട്ടോ. ഇനിയും സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹം ബാക്കിയുണ്ടെങ്കിലും സ്വന്തം കയ്യിലെ കാശ് പോകുന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഇവർ ഇന്നത്തേക്ക് ഇത്ര വാങ്ങിച്ചുള്ളൂ കേട്ടോ. അല്ല ഈ മന്ത്ലി ബഡ്ജറ്റ് ഇല്ലെങ്കിൽ അവരിങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അപ്പം അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ കാശ് കൊടുക്കണോണ്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. മക്കളെ ആഗ്രഹങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല എന്നല്ല ഇതിലൂടെ പറയണത്. നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. മാസത്തിൽ 1-2 തവണയൊക്കെ വില കൂടിയ സാധനങ്ങളാണെങ്കിൽ അവരെ കാശിൽ ഉൾക്കൊള്ളാത്തതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് സാധനങ്ങളെ വില മനസ്സിലാക്കാനും അത് കാശ് ഇങ്ങനെ കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. കിട്ടുന്ന സാലറി എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരു മാസം അവസാനിക്കുമ്പോഴത്തേക്ക് കയ്യിൽ കാശില്ലാത്തവരാണ് നമ്മൾ പലരും. അവിടെയാണ് ജപ്പാൻകാരുടെ ഈ മെത്തേഡ് പ്രയോഗിക്കേണ്ടത്. സേവിങ്സിനായിട്ട് ഒരു വിഹിതം നമ്മൾ മാറ്റി വെക്കണം. അത് നമ്മൾക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുക. അതായിരിക്കും നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരേ ഒരു കാര്യം. പുറം രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാടുകളിൽ അധിക പേരും ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവർ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ കുറേ പേരിങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ടെങ്കിലും ചെയ്തു തുടങ്ങാത്തവർ ഇനിയെങ്കിലും ചെയ്തു തുടങ്ങുക. അപ്പോൾ ജപ്പാൻ ലൈഫിൽ നിന്ന് കിട്ടിയതും അതുപോലെ തന്നെ അറിഞ്ഞതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും ചെയ്തു തുടങ്ങാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും ചെയ്തു തുടങ്ങുക. ഓക്കെ, ബൈ.